CPM-ന്റെ MLA ആയ VK പ്രശാന്ത് ഒരു പുതിയ തന്ത്രവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. അതായത് കൗൺസിലറായിട്ട് എത്തിയ മുൻ DGP ശ്രീലേഖ പറയുകയാണ് താൻ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം, ധിക്കാരപരമായ നിലപാട്, മേയർക്കില്ലാത്ത അഹംഭാവം, അഹന്ത എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുതൽ വാർത്തകളൊക്കെ പ്രചരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇനി മേയറാകാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ശ്രീലേഖ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നേരെ VK പ്രശാന്ത് എന്ന് പറയുന്ന MLA-യുടെ ഓഫീസിലേക്ക് ചെന്നു. എന്നിട്ട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കരാർ അവസാനിക്കില്ലേ, അന്ന് എനിക്ക് ഈ ഓഫീസ് വിട്ടുതരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചതെന്ന് ചോദിച്ചു. പ്രശാന്തിന് മാധ്യമങ്ങളുടെ മുമ്പ് വെച്ച് ഒന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. മാത്രമല്ല ശ്രീലേഖ പറഞ്ഞു, എൻ്റെ മകൻ്റെ കല്യാണം അവിടെ സംഘടിപ്പിച്ചപ്പോൾ 2500ഓളം പേര് വന്നു. അതിൽ പന്തലിലല്ല, സ്റ്റേജിൽ, വേദിയിൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആളാണ് VK പ്രശാന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദര തുല്യനാന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ശരിക്കും പറഞ്ഞാൽ CPM ഒരു തന്ത്രം പ്രയോഗിച്ചു, ശ്രീലേഖ അതിനെ അടിച്ചൊതുക്കി കുപ്പിയിലാക്കി കൊടുത്തു. അങ്ങനെയാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും. അതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. നീ പറയുന്ന കണക്കല്ല, വളരെ ദൂരവ്യാപമായിട്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നൊരു പഴഞ്ചൊല് കേട്ടിട്ടുണ്ട്. എന്നാലേ പട്ടി ഓടിച്ചെന്ന കമ്പിനകത്ത് കയറി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഓഫീസ്, ശ്രീലേഖ പറഞ്ഞിരിക്കുന്ന ഓഫീസ്, ആ ഓഫീസ് ഈ 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് ആ നമ്മുടെ കൗൺസിലർ ഓഫീസായിട്ട് ഈ ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്നാൽ പ്രശാന്തിന് ആ നിയമസഭാ മണ്ഡലത്തിൽ എവിടെയും ഒരു ഓഫീസിന് പാടില്ല. പ്രശാന്തിന് MLA ആയിരുന്നാൽ പോലും പാടില്ല. പ്രശാന്തിനെ നയിക്കുന്നത് അല്ലെങ്കിൽ പ്രശാന്തിന്റെ പുറകിൽ നിൽക്കുന്ന പ്രസ്ഥാനം CPM. എന്ന് പറഞ്ഞാൽ MLA ഓഫീസ് ആവശ്യം പോലെ അത്രയ്ക്ക് സ്വാധീനമുള്ള തലസ്ഥാനത്ത് സ്വാധീനമുള്ളിടത്ത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇവര് സൗഹൃദപരമായിട്ട് സംസാരിച്ച് 3 മാസം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമല്ലേ, ഇവർക്ക് വേണമെങ്കിൽ അവരുടെ അധികാരം, ഇപ്പോഴത്തെ അധികാരം ഉപയോഗിച്ച് മേയറെ കൊണ്ടുവന്ന് ഒരു അപേക്ഷ കൊടുത്തിട്ട് അതിന്റെ നിയമപരമായിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ നോട്ടീസ് കൊടുത്താൽ മതി. അപ്പോൾ മുൻ മേയർ, പരിചയക്കാരൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആളായതുകൊണ്ട് MLA, അത് ശാസ്ത്രമംഗലം ആകുമ്പോൾ ഒരു നല്ല പ്ലേസാണ്. അപ്പൊ അവിടെ പ്രശാന്ത് ഓഫീസ് ഇട്ടെന്നുള്ളൂ. പ്രശാന്ത് നേരത്തെ കാലങ്ങളായിട്ട് 7 കൊല്ലം കൊണ്ട് അവിടെ ഇരിക്കുന്നു. അതിന് അയാൾക്കും ദുരിതാശ്വാസമൊന്നുമില്ല. ഇതുവരെ അവരുടെ കയ്യിലല്ലായിരുന്നു ഇതല്ല. ഇപ്പൊ അതിന് മാറ്റം വന്നു. അപ്പൊ മാറ്റം വന്നപ്പോൾ നേമത്തും ഈ പറയുന്ന ഇവിടെ വട്ടിയൂർക്കാവിലും ഏതാണ്ട് 3/4 സീറ്റുകളിൽ CPM BJP ജയിച്ചേക്കും. അതായത് 100% അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 1-2-3 നിയമസഭാ മണ്ഡലങ്ങൾ BJPയുടെ. അതിൽ ഈ നിയമം വട്ടിയൂർക്കാവ് ഏതാണ്ട് വലിയ സുരക്ഷിതമാണ്. 17 സുരക്ഷ മൊത്തം ഫുള്ള്. അപ്പം അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് ഇവരെന്തുവാരും ഇപ്പം മാധ്യമങ്ങളും കൂടും മറിച്ചൊരു എല്ലാം കൂടെ മേയറാക്കാൻ നോക്കി, പിണക്കമാക്കാൻ നോക്കി, പ്രശ്നമാക്കാൻ നോക്കി. ഇതൊക്കെ മറികടന്ന് അവർ വെടി വന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ല, ഞാനൊരു കുഴപ്പമില്ല, എനിക്ക് മേയർ വേണ്ട, ഒന്നും ആവണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഇന്നത്തെ ഈ വിഷയം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ശ്രീലേഖ എന്തുവാന്നുള്ള കാര്യം പിണറായി വിജയന് പോലും അത്ഭുതം. കാരണം നമ്മൾ പണിയാൻ പോയി നമ്മളെക്കാട്ടി വലിയ രാഷ്ട്രീയക്കാരായിട്ട് അവർ തിരിച്ച് നമ്മക്കിട്ട് പണി തന്ന് പ്രശാന്തിന്റെ ഓഫീസിൽ പോയി പണി കൊടുത്തു. മാധ്യമങ്ങളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചു, ഞാനങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ ആങ്ങളെ, അങ്ങനെ അല്ലല്ലോ, എങ്ങനെയാ തകർന്നു പോയില്ലേ, അതൊന്ന് കേൾപ്പിച്ചായിട്ട്, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കേൾപ്പിച്ചായിട്ട് ഈ രീതിയിൽ പറഞ്ഞ് കൊടുത്തു. അതായത് ഞാൻ പറഞ്ഞു വന്നത് വട്ടിയൂർക്കാവ് ആണല്ലോ. വട്ടിയൂർക്കാവിൽ ഇപ്പൊ ആർക്ക് മത്സരിക്കണം? മുരളിക്ക് മത്സരിക്കുകയോ വേണ്ട. മുരളി 10-15 കൊല്ലം അല്ല 15 കൊല്ലം മുരളി എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവായിരുന്നു. ഒരാൾ മാറ്റി കൂട്ടി. ഇപ്പൊ മുരളിക്ക് മത്സരിക്കാൻ ഒക്കുന്നുണ്ടോ? മുരളി പറയുന്നത് എനിക്കവിടെ വേണ്ട, എനിക്ക് സെന്റർ മതി, അല്ലെങ്കിൽ വേറെ എവിടെയും മതി. അപ്പൊ വട്ടിയൂർക്കാവിന്റെ അവസ്ഥ മനസ്സിലായോ? ഈ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് എന്ന് പറയുന്ന ജനകീയ MLA-ക്ക് ബദലായിട്ട് വരാൻ, അല്ലെങ്കിൽ CPM ഏറ്റവും ജനകീയ MLA ആയിട്ട് കൊണ്ടിരുന്ന കോൺഗ്രസിന്റെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്ന BJPക്ക് അതുപോലെ സ്വാധീനമുള്ള CPM-ന് തൊല്ലം ചെയ്യുമ്പോൾ ഇവർക്ക് 2 പേർക്കെ കാട്ടി സ്വാധീനം കുറവുള്ളത് പ്രശാന്ത് ജയിച്ചിരിക്കുക. അവിടേക്ക് വരാൻ സാധ്യതയുള്ള, മത്സരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മേയറാക്കാതെ അവരെ നിർത്തിയിരിക്കുന്നത് BJP തിരുവനന്തപുരത്തു നിന്ന് BJPക്ക് ഒരു MLA ആക്കാനുള്ളതാണ് അവർക്ക് CPM-ന് അറിയാം. അതെവിടെ നിന്ന്? വട്ടിയൂർക്കാവിൽ നിന്ന്. വട്ടിയൂർക്കാവിൽ വന്നാൽ അതൊന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല ഇപ്പോഴത്തെ MLA ഒക്കെ കാര്യം. അതുകൊണ്ട് ഇവരെ ആദ്യമേ ഡാമേജ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. നേരെ മറിച്ച് തിരിച്ചടി. ഇതിനകത്ത് പ്രശ്നം എന്താ പറയുക, ഇപ്പൊ MLA-ക്ക് ഏതാണ്ട് 68,000 രൂപ ഒരു മാസം കിട്ടും, ഓഫീസ് പ്രവർത്തിക്കാൻ, ഇന്റർനെറ്റിന്, അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാനായിട്ട്, ഇതിനെല്ലാം കിട്ടും. ഇതിനൊരു ഓഫീസ്, അക്ഷയ കേന്ദ്രം എന്തോ പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസാണ് ഇത്. ഇയാള് മേയറായിരുന്നു, പിന്നീട് MLA ആയപ്പോൾ സ്വാഭാവികമായിട്ട് LDF-ന്റെ സ്വാധീനം ഉപയോഗിച്ച്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന സ്വാധീനം ഉപയോഗിച്ച് 90% ഇതെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഭാഗമാണ് മുൻ കൗൺസിലർ കൊടുത്തത്. അപ്പോൾ ആ കൗൺസിലർ സ്ഥിരമായിട്ട് ആ ഓഫീസ് വരില്ല. അപ്പോൾ ശ്രീലേഖ ചോദിച്ചു എന്താ വരാത്തത്? അപ്പോൾ പറഞ്ഞു, മാഡം അതിനകത്ത് ഒരു 4 കസേര ഇട്ടാൽ പിന്നെ നിൽക്കാൻ സ്ഥലമില്ല, എൻ്റെ ഓഫീസിലെ
ഫയൽ വെക്കുന്ന ബാത്റൂമിലാണ്. അപ്പോൾ ശ്രീലേഖയ്ക്ക് അത് ബുദ്ധിമുട്ട്. അങ്ങനെ ഓഫീസ് ഫയലൊന്നും ബാത്റൂമിൽ കൊണ്ട് വെക്കണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മേയറുടെ അടുത്ത് പ്രശാന്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ പ്രശാന്ത് MLA അല്ലെങ്കിൽ CPM ഇത്രയും നാളും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. 10-25,000 രൂപ വാടക കൊടുക്കാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങിന് 800 രൂപയോ മറ്റോ വാടക കൊടുത്തിട്ട് ഈ പൈസയൊക്കെ എന്ത് ചെയ്തു അതറിയണ്ടേ? പിന്നെ ഈ ശ്രീലേഖ ഇക്കാര്യം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നിന്നുണ്ടായിരുന്ന കൗൺസിലർ ഇത്രയും കഷ്ടപ്പെട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ള ഒരു സിമ്പതി കൂടെ അല്ലെ? അപ്പൊ CPM തൊടുന്നതൊക്കെ തന്നെ പഴിച്ചു പോവുകയാണ് എന്നല്ലേ മനസ്സിലാക്കുക? അല്ല, തൊടുന്നൊക്കെ പഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു വെല്ലുവിളി രാഷ്ട്രീയം. BJP ഇതങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നു, ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയും. ഇവരെ ആകപ്പാട് ഇവർ പേഴ്സണലി വിളിച്ചിട്ട് ഇവരൊന്നും അറിയുന്നില്ല. അപ്പോഴത്തേന് മാധ്യമത്തിലായി. പ്രശാന്തിനോട് ഇന്റർവ്യൂ ചോദിക്കുന്നു, മാധ്യമം ചോദിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ അതിന്റെ അപ്പുറത്ത് നിന്നാ കാണാവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ വരും, BJP വരും. നേരെ മറിച്ചു. ഇപ്പൊ തന്നെ മേയറിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ മേയറും പറഞ്ഞത് അവര് മര്യാദയ്ക്ക് ചോദിച്ചല്ലേ, അതാ ബന്ധം വെച്ച് ചോദിച്ചല്ലേ, അതിന് രാഷ്ട്രീയ ബന്ധമല്ല അവർ തമ്മിലുള്ളത്, അതിനപ്പുറം ഒരു ബന്ധമാ. അതൊന്നും ഒഴിഞ്ഞു തരുമോ? കാരണം MLA ആകുമ്പോൾ എവിടെയും ആ നിയമസഭാ മണ്ഡലത്തിൽ എവിടെയും മതിയല്ലോ, അവർക്ക് അവിടെ അല്ലേ ഇരിക്കാനൊക്കെ. അവർ ചെറിയ ഒരു വാർഡിന്റെ ഉടമയല്ലേ, അത് ചോദിച്ചാൽ ഇതൊരു മോശം രാഷ്ട്രീയമല്ലേ. അതായത് CPM-നെ പൊളിച്ചടുക്കി, ഒരുപക്ഷെ പിണറായി വിജയനെ പോലും പൊളിച്ചടുക്കി CPM-ന്റെ കുബുദ്ധി ശ്രീലേഖയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം വീഴേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഏതായാലും ശ്രീലേഖ കളികൾ കഴിഞ്ഞ ദിവസം അവർ ഇത് ഇലക്ഷന് ശേഷം വന്നിട്ട് അവർ കൊടിയും പിടിച്ചോണ്ട് ഒരു ആട്ടവാടി കണ്ടു. ഒരാരും ഉദ്ദേശിക്കാത്ത കൊടി കൈ കൊടുത്തവൻ പോലും അവരെ കൊടി പിടിച്ചോണ്ട് ചിലപ്പോൾ നിന്നേക്കും എന്ന് വിചാരിച്ചുള്ളൂ. അവര് സാധാരണക്കാരന്റെ കൂടെ ആടി അവര് ഒരു ഇറങ്ങിയിരിക്കുന്നത്. അവര് പോലീസായിട്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് മാതൃകാപരമായിട്ട് പോലീസ് എങ്ങനെയായിരിക്കണം, ജനങ്ങളോട് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം എന്നുള്ള രീതിയിലേക്ക് ഒരു IPS-കാരി മറ്റുള്ള IPS-കാരെ തൊല്ലം ചെയ്യുമ്പോൾ എടുക്കുന്ന യാതൊരു ഗമയുമില്ല. സാധാരണക്കാരനിലേക്ക് നടന്നിറങ്ങിയ ഒരു പോലീസുകാരിയായിട്ടാണ്. അപ്പോൾ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാർ എങ്ങനെ ഇടപെടുന്നു അതുപോലെ തന്നെ ഇവരിടപെട്ടു. അവരാരും പ്രതീക്ഷിച്ചില്ല പ്രശാന്ത് ഓഫീസിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു നിലപാട് അല്ലേ. വളരെ തന്ത്രം. മീഡിയയുടെ മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ മീഡിയക്ക് പോലും പല ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ ബാക്കി പലരെ ഉൾപ്പെടെ ഉള്ളവരെ കൈകാര്യം ചെയ്തിരിക്കുന്നില്ല. അവരുടെയൊക്കെ സംസാരത്തിന്റെ ശൈലിയുണ്ട്. പക്ഷെ ഇന്ന് മീഡിയ നിങ്ങൾ നോക്കിയോ, മീഡിയ ഇവരുടെ വിനയത്തിന് മുമ്പിൽ തോറ്റുപോയി. ശ്രമിച്ചായിരുന്നു എന്ന് വെച്ചാല് വളരെ ഒന്നും നടന്നില്ല. അപ്പൊ അവര് പറയുന്നതല്ല നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ മീഡിയക്ക് മറുചോദ്യങ്ങൾക്കല്ല നിങ്ങൾ ചോദിക്കൂ എന്റെ കയ്യിൽ. എന്നിട്ട് വേറെ കാര്യം കൂടെ പറഞ്ഞു, പ്രശാന്തിന്റെ ഫോണിനകത്ത് റെക്കോർഡിംഗ് ആണ്. ഞാൻ എന്റെ ഒരു ഫോണും റെക്കോർഡ് ചെയ്യത്തില്ല. ഫോൺ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളുള്ള ആൾക്കാരെന്നറിയോ? നിങ്ങളുടെ അതിലോട്ട് ഞാനൊരു ഫോൺ വിളിക്കാം, ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്തവർ. നേരത്തെ അൻവർ ചെയ്ത പണി കണ്ടിട്ടില്ലേ? അപ്പൊ അത് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യത്തില്ല. എന്നാൽ പ്രശാന്തിന്റെ അതിനകത്ത് റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ചെന്നാൽ അദ്ദേഹത്തിന്റെ ചോദിച്ചാൽ അത് എന്നിട്ട് അതിന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത് കേൾപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നാവാ നമുക്ക് പോവാം, എന്റെ അനിയനല്ലേ, എന്റെ മകന്റെ കല്യാണം നടത്തുന്നതല്ലേ, എന്റെ ആങ്ങളയല്ലേ, അതെന്ത് നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. ചോദിച്ചു, പൊളിച്ചു, കൈ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇപ്പൊ ചൂങ്കുട്ടി വെക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയാ, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം വന്നു. എന്നിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇവര് മേയറായില്ല, അപ്പോഴേക്കും ധിക്കാരം കണ്ടോ, ധാർഷ്ട്യം കണ്ടോ. അപ്പോൾ BJP-ക്കുള്ളിൽ തന്നെ ഒന്ന് കുഴപ്പമാക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് MP രാജേഷ് വന്നിച്ച് പറഞ്ഞു ഇത് ഞങ്ങൾ ഓഫീസ് വിട്ടുകൊടുക്കില്ല. അതിന് ആരാണ് പറഞ്ഞില്ല നിർബന്ധമായിട്ട്. ഇപ്പൊ ശിവകുട്ടി വന്നിച്ച് പറയണേ ഈ മാപ്പ് പറയണമെന്ന്. അപ്പം പ്രശ്നം തീർന്നു. പ്രശാന്തിനൊന്നും സംസാരിക്കില്ല. കാരണം പ്രശാന്ത് മാന്യനായ ഒരു രാഷ്ട്രീയക്കാരായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ CPM-ന്റെ സഹജവാസനയായ കുടിലബുദ്ധിയൊന്നും അയാൾക്കില്ല. ഒരുപക്ഷെ പാർട്ടി പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞതായിരിക്കും. മാത്രമല്ല 3 മാസം കഴിയുമ്പോൾ ഇയാളുടെ കാലാവധി കഴിയും, ഈ കരാറ് കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഓഫീസ് തിരിച്ചെടുക്കും. അപ്പൊ ഇവിടെ കുളം കലക്കി. വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇവരെന്തിനാ മേയറാവുന്നേ? ഈ നല്ല കൗൺസിലർ ആയിട്ട് അവരുടെ മുമ്പിൽ നിന്ന് മാധ്യമം മാറുന്നില്ല. സാധാരണ ഒരു മേയറൊക്കെ ആയി കഴിയുമ്പോൾ മാധ്യമങ്ങളിൽ ഇവര് റോഡേ നടന്നാൽ മാധ്യമം പറയലായി. നാളെക്കാലത്ത് ഇത് തന്നെ ആയിരിക്കും ഇവരുടെ അവസ്ഥ. അതാണ് അവരെ തെരഞ്ഞെടുത്ത് BJP അവരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ BJP അത് പ്രയോജനപ്പെടുത്തും. അവരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ആളാണെന്ന് CPM-ന് തോന്നുകയും ചെയ്തു. അവരെ വെച്ച് CPM-നെ എതിരിടാൻ BJP തീരുമാനിച്ചാൽ അല്പമല്ല നല്ലതുപോലെ വിയർത്തേ മതിയാവത്തുള്ളൂ. അതിനാദ്യമേ ആ സാധനത്തിന് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കിയത് ഇങ്ങോട്ട് വന്ന അസ്ത്രം പിടിച്ചിട്ട് അല്ല വടി ഇങ്ങോട്ട് വടി വെട്ടി നിങ്ങൾ വന്നിട്ട് എൻ്റെ തന്നിൽ അടി മേടിക്കുന്ന ഒരവസ്ഥയാണ് CPM-ന് പറ്റിയത്. ഇത് CPM-ന് പറ്റാത്തതാണ്. പക്ഷെ ശ്രീലേഖ എടുത്ത് CPM-ന്റെ കുടിലതന്ത്രം നടന്നില്ല എന്ന് വേണം കരുതാൻ. മേയർക്കും മേലെ ശ്രീലേഖ ഇപ്പോഴേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.